ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം, അതോടൊപ്പം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭാ യോഗം ചേരുന്നെന്ന പ്രത്യേകത. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കുന്ന ക്രിസ്മസ് വിരുന്നും ഇന്ന് നടക്കുന്നുണ്ട്. പ്രതിപക്ഷം വിരുന്നിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഗവർണർക്കും ക്ഷണമില്ല. അതോടൊപ്പം മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു ക്രിസ്മസ് വിരുന്നാണ്. KCBC പ്രതിനിധികളും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുമോ? ഇത്തരം കാര്യങ്ങളും അറിയണം. തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, വാർത്തകളാണ് പ്രത്യേകിച്ചും തലസ്ഥാനത്ത് നിന്ന് ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, അതായത് നവകേരള സദസ്സിന്റെ ആ കാലയളവിൽ കഴിഞ്ഞ ഒരു മാസം വിവിധ ജില്ലകളിലായിരുന്നു മന്ത്രിസഭാ യോഗമെങ്കിൽ ഒരു മാസത്തിന് ശേഷം, അതായത് 1.5 മാസത്തിന് ശേഷം സെക്രട്ടേറിയറ്റിൽ വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമെല്ലാം ഈ മന്ത്രിസഭയിൽ പ്രവേശിച്ച ശേഷം, മന്ത്രിമാരായ ശേഷമുള്ള മന്ത്രിസഭാ യോഗമാണ്. എന്തൊക്കെ തീരുമാനങ്ങളുണ്ടാകും? അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് മന്ത്രിമാർ പുതുതായി വന്ന ശേഷമുള്ള മന്ത്രിസഭാ യോഗം. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവിനും പകരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി കഴിഞ്ഞ ആഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇരുവരും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. അതിനു മുമ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കഴിഞ്ഞ ദിവസം തന്നെ, ഈ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ ചുമതല ഏറ്റെടുത്തിരുന്നു. KB ഗണേഷ് കുമാർ രാവിലെ 9:30 ഓഫീസിലെത്തി മന്ത്രി എന്ന നിലയിലുള്ള ചുമതല ഏറ്റെടുക്കും. സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ അദ്ദേഹം ഓഫീസിലെത്തി ഒപ്പുവച്ചിരുന്നില്ല. അതിന്ന് 9:30 ചുമതലയേൽക്കും. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം ഈ മാസം 15 മുതൽ ചേരാനുള്ള ആലോചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഗവർണർക്ക് നിയമസഭാ സമ്മേളനം ചേരാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗം നൽകിയേക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ വർഷത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാവണം അത് ചേരേണ്ടത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എത്രത്തോളം വഷളാണെന്നുള്ളത്. കഴിഞ്ഞ വർഷവുമൊക്കെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വമുണ്ടായിരുന്നു. പക്ഷേ ഗവർണർ അത് സർക്കാർ ക്ഷണിക്കുകയും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ എഴുതി കൊടുത്തതിനെ വായിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും വലിയ തർക്കം നിലനിൽക്കുന്നു. ഏറ്റവും മോശമായ അവസ്ഥയിൽ സർക്കാർ ഗവർണർ ബന്ധം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തുമോ, എത്തിയാൽ സർക്കാർ എഴുതി കൊടുക്കുന്ന അതേപടി വായിക്കുമോ എന്നുള്ള കാര്യം വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നു, ആകാംക്ഷ ഉണ്ടാക്കുന്നതുമാണ്. എല്ലാ വർഷവും ഒരു സീസണലായി മാറുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ സമയത്തുള്ള ഇത്തരം വാർത്തകളും. കാരണം അത്ര മോശമാണ് എല്ലാ തുടർച്ചയായ വർഷങ്ങളിൽ ഗവർണർ സർക്കാർ ബന്ധം. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഒരുപക്ഷെ ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയേക്കും. ബജറ്റ് സമ്മേളനമാണ്, നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് ചേരേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമ്മേളനം ബജറ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ജനപ്രിയമായ ചില പ്രഖ്യാപനങ്ങൾ ജനങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് എങ്ങനെ ആ ബജറ്റ് ജനകീയമാക്കുമെന്ന വലിയ വെല്ലുവിളി KN ബാലഗോപാൽ എന്ന ധനമന്ത്രിക്ക് മുന്നിലുമുണ്ട്. ഏതായാലും മന്ത്രിസഭാ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് 10 മണിക്ക് മന്ത്രിസഭാ യോഗം സൂചിപ്പിച്ചതുപോലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നത്. ബജറ്റിന്റെ കാര്യങ്ങളടക്കം, നിയമസഭാ സമ്മേളനം ചേരുന്നതടക്കം പല കാര്യങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടാകും. എന്തൊക്കെയായിരിക്കും തീരുമാനം എന്നുള്ളത് ഇന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം അരുൺ, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് നടക്കുന്നുണ്ട്. പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല, ഗവർണർക്ക് ക്ഷണമില്ല. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. പ്രത്യേകിച്ചും മന്ത്രി സജി ചെറിയാന്റെ ആ വിവാദ പരാമർശം, അതിനിപ്പോഴും മുറിവുണങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില പരാമർശങ്ങൾ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവ സഭാ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? ഇന്നലെ ബസേലിയോസ് മാർ ക്ലിമ്മീസ് അദ്ദേഹം പറഞ്ഞത്, സർക്കാർ ഈ സജി ചെറിയാന്റെ പ്രസ്താവന തിരുത്തിയില്ലെങ്കിൽ KCBC സർക്കാരിന്റെ എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി വിരുന്നിന്റെ കാര്യം ചോദിച്ചപ്പോൾ അതിന് ഇനിയും മണിക്കൂറുകൾ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ്
സജി ചെറിയാൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഖേദപ്രകടനം നടത്തിയത്. ബിഷപ്പുമാരുമായി നല്ല ബന്ധം, പ്രത്യേകിച്ചും ക്ലിമ്മീസ് ബാവയുടെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഞാൻ, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ KCBC അധ്യക്ഷൻ പങ്കെടുക്കും, ക്രൈസ്തവ സഭാ നേതൃത്വം ഇന്നത്തെ വിരുന്നിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പങ്കെടുക്കില്ല എന്ന സൂചനകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നടത്തുന്നത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രധാനികളുമായുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയായി ഇത് മാറും. മതമേലധ്യക്ഷന്മാർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, പ്രതിപക്ഷം ഇതിൽ പങ്കെടുക്കുന്നില്ല, ഗവർണറെ വിളിച്ചിട്ടുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ഈ വിരുന്നിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12:30 മാസ്കറ്റ് ഹോട്ടലിലാണ് വിരുന്ന് നടക്കുക. ക്രൈസ്തവ സഭാ നേതൃത്വവും വിരുന്നിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്.